Kerala English Reader, Class 4, Unit 2, Lesson 3, Who Flies the Kite എന്ന പാഠത്തിന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. Have you ever tried to fly a kite? എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു പട്ടം പറപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? What really makes a kite fly? ഒരു പട്ടം പറക്കാനുള്ള യഥാർത്ഥ കാരണം എന്താണ്? Is it the wind, കാറ്റാണോ? Or the wings, അല്ലെ പട്ടത്തിന്റെ ചിറകുകളാണോ? Or the string, അത് കെട്ടിയിരിക്കുന്ന ചരടാണോ? Or the person who flies it, അല്ലെങ്കിൽ അത് പറപ്പിക്കുന്ന ആളാണോ? Read the story and find out. ഈ താഴോട്ടുള്ള കഥ വായിച്ചിട്ട് അതൊന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പം ആ കഥേന്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ്: ഹൂ ഫ്ലൈസ് ദ കൈറ്റ്? ആരാണ് പട്ടം പറപ്പിക്കുന്നത്? ആരോ ഒരാള് ഒരു പട്ടം പറപ്പിക്കുന്നതായിട്ടുള്ള ഒരു ചിത്രമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഓൺ എ പ്ലസന്റ് ഡേ ദ മേയർ ഓഫ് ദ ടൗൺ സ്ട്രോൾഡ് ത്രൂ ദ പാർക്ക്. അപ്പോൾ ഇവിടെ ഓൺ എ പ്ലസന്റ് ഡേ എന്ന് പറയുന്നുണ്ട്, അതായത് വളരെ സുഖകരമായ ഒരു ദിവസം, നല്ല കാലാവസ്ഥ. അപ്പൊ അങ്ങനെ ഒരു ദിവസത്തിൽ മേയർ ഓഫ് ദ ടൗൺ, ആ ടൗണിലെ മേയർ സ്ട്രോൾഡ് ത്രൂ ദ പാർക്ക്. അവിടെ ഒരു പാർക്ക് ഉണ്ട്, ആ പാർക്കിലൂടെ ഇങ്ങനെ ഉലാത്തുകയായിരുന്നു, അതിങ്ങനെ നടക്കുകയായിരുന്നു അർത്ഥം. ഹിസ് ഐസ് വൈഡൻഡ് ആസ് ഹി സോ എ ബോയ് ഫ്ലൈയിങ് എ ബിഗ് കളർഫുൾ കൈറ്റ്. അങ്ങനെ അവിടെ ഒരു കാഴ്ച കണ്ടു അദ്ദേഹം. എന്താ കണ്ടത്? ഒരു ആൺകുട്ടി വളരെ വലുതും വളരെ വർണ്ണ ഭംഗിയുള്ള, അതായത് നല്ല കളർഫുൾ ആയിട്ടുള്ള, നല്ല കളറുള്ള ഒരു പട്ടം പറപ്പിക്കുകയാണ്. ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ കണ്ണ് തുറന്നു എന്ന് പറയുന്നത്, വൈഡൻഡ്. അതായത് നമ്മളിപ്പം വളരെ നല്ലൊരു കാര്യം കാണുക വെച്ചാൽ ഔ എന്താലേ എന്ന് പറയുമ്പോൾ നമ്മളെ കണ്ണറിയാതെ എങ്ങനെ മാക്സിമം തുറക്കും. അപ്പം അങ്ങനെ ഐസ് വൈഡൻഡ്, ആശ്ചര്യപ്പെടുക എന്നാണ് അർത്ഥം. ദ കൈറ്റ് സോഡ് ഹൈ ഡാൻസിങ് ഇൻ ദ ബ്രീസ്. അങ്ങനെ ഈ പട്ടം സോഡ് ഹൈ എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ അങ്ങനെ പറക്കുകയാണ്. ഡാൻസിങ് ഇൻ ദ ബ്രീസ്, അതായത് കാറ്റിൽ ഇങ്ങനെ ആടി ഒലഞ്ഞിട്ട് അങ്ങനെ വളരെ ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. വൗ, ഹൂ മെയ്ഡ് ദ കൈറ്റ് ഫ്ലൈ സോ ഹൈ? അതിശയമായിരിക്കുന്നു, ആരാണ് ഈ പട്ടം ഇത്രയും ഉയരത്തിൽ പറത്തിയത്? ദ മേയർ വാസ് ക്യൂരിയസ്. അങ്ങനെ മേയർക്ക് വളരെ കൗതുകമായി. ദ ബോയ് റിപ്ലൈഡ് വിത്ത് പ്രൈഡ്, ഐ ഡിഡ് മിസ്റ്റർ മേയർ. അങ്ങനെ വളരെ അഭിമാനത്തോടുകൂടെ ആ ആൺകുട്ടി പറഞ്ഞു, ഞാനാണ് ഇത് പട്ടം ഇത്രയും ഉയരത്തിൽ പറപ്പിക്കുന്നത്. ഐ മെയ്ഡ് ദ കൈറ്റ് മൈസെൽഫ്. ഈ പട്ടം ഞാൻ ഒറ്റയ്ക്കുണ്ടാക്കിയതാണ്. ഐ പെയിന്റഡ് ഇറ്റ്. ഞാൻ അതിനെ പെയിന്റ് അടിച്ചു. ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്. എന്നിട്ട് ഞാൻ അതിനെ പറപ്പിക്കുന്നു. ദെൻ ദ വിൻഡ് വിസ്പേർഡ് സോഫ്റ്റ്ലി, നോ ഇറ്റ്സ് മീ. അപ്പൊ കാറ്റ് വളരെ മൃദുവായിട്ട് ശബ്ദത്തിൽ, അതായത് മൃദുവായ ശബ്ദത്തിൽ പറഞ്ഞു, അല്ല ഞാനാണ് ഇത് പറപ്പിക്കുന്നത്. ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ ഇൻ ടു ദ സ്കൈ. അതായത് ഞാനാണ് ഈ പട്ടത്തിനെ വളരെ ഉയരത്തിലേക്ക്, ആകാശത്തിൽ വളരെ ഉയരത്തിലേക്ക് ഉയർത്തുന്നത്. വിത്തൗട്ട് മീ ഇറ്റ് വുഡ് ഫോൾ ടു ദ ഗ്രൗണ്ട്. ഞാനില്ലാന്നുണ്ടെങ്കിൽ ഈ പട്ടം നേരെ താഴത്തേക്ക് വീണു പോകും. ഇതാ ഈ ചിത്രത്തില് ആ മേയറും ആ ആൺകുട്ടിയും കൂടെ സംസാരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. The kite's tail fluttered and said, "Wait, I do. I keep the kite steady. Without me, it would crash and break." അങ്ങനെ പട്ടത്തിന്റെ വാൽ എന്ത് പറഞ്ഞു? ഞാനാണ് ഈ പട്ടത്തിനെ സ്റ്റഡി ആയി നിർത്തുന്നത്. ഞാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പട്ടം എവിടെയെങ്കിലും പോയി ഇടിച്ചു വീണ് പൊട്ടിപ്പോകും. The string looked at everyone and said, അങ്ങനെ ഈ പട്ടത്തിന്റെ നൂല് എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, വിത്തൗട്ട് മീ ഹൗ വിൽ എ കൈറ്റ് ഫ്ലൈ? ഞാനില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പട്ടം എങ്ങനെ പറക്കും? ഐ മേക്ക് ഇറ്റ് സോർ ഹൈ. ഞാൻ ഈ പട്ടത്തിനെ വളരെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഐ ഗൈഡ് ഇറ്റ് ആസ് ഇറ്റ് മൂവ്സ് ത്രൂ ദ സ്കൈ. ഞാനാണ് ഈ പട്ടത്തിനെ ആകാശത്തു കൂടെ പോകുമ്പോൾ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ദ മേയർ ലിസൺഡ് കെയർഫുള്ളി ടു എവ്രി വൺ. അങ്ങനെ മേയർ എല്ലാവരും പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടു. ഹി ആസ്ക്ഡ് തോട്ട്ഫുള്ളി. ഒരു ആലോചനയോട് കൂടെ അദ്ദേഹം ചോദിച്ചു, സോ ഹൂ റിയലി ഫ്ലൈസ് ദ കൈറ്റ്? അങ്ങനെയാണെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ ഈ പട്ടം പറപ്പിക്കുന്നത്? ദേ ഓൾ പോസ്ഡ് ടു തിങ്ക്. അവരെല്ലാം ഒരു നിമിഷം മിണ്ടാതെ നിന്ന് ആലോചിച്ചു. ദെൻ ദ ബോയ് സെഡ് ജെന്റ്ലി. അങ്ങനെ ആ ആൺകുട്ടി വളരെ സൗമ്യമായിട്ട് പറഞ്ഞു, വി ഓൾ ഡു ഇറ്റ്. ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് ഇത് ചെയ്യുന്നത്. ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് ഓഫ് അവർ എഫേർട്സ്. ഞങ്ങളെ എല്ലാവരുടെയും എഫേർട്ട്, അതായത് ശ്രമം കൊണ്ടാണ് ഈ പട്ടം ഇത്രയും ഉയരത്തിൽ പറക്കുന്നത്. ദ വിൻഡ് എഗ്രീഡ് ആൻഡ് ദ ടെയിൽ നോഡഡ് ടു. അങ്ങനെ കാറ്റ് സമ്മതിച്ചു. ആൻഡ് ദ ടെയിൽ നോഡഡ് ടു. വാലും സമ്മതിച്ചു. ഇവിടെ നോഡഡ് എന്ന ഒരു വാക്ക് കണ്ടില്ലേ? ഈ നോഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാര് സമ്മതിക്കുമ്പോൾ തല കൊണ്ടിങ്ങനെ അതെ എന്നിങ്ങനെ ആട്ടൂലേ, തല കുലുക്കൂലേ, ആ കുലുക്കത്തിനാണ് ഈ നോഡിങ് അല്ലെങ്കിൽ നോഡഡ് എന്ന് പറയുന്നത്.
ദ സ്ട്രിങ് ഓൾസോ സ്മൈൽഡ് ആൻഡ് എഗ്രീഡ്. അങ്ങനെ പട്ടത്തിന്റെ നൂലും ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. ദ കൈറ്റ് സ്റ്റാർട്ടഡ് ഡാൻസിങ് ഇൻ ദ എയർ. അങ്ങനെ പട്ടം ആകാശത്ത് നൃത്തമാടാൻ തുടങ്ങി. ഈ പട്ടത്തിന്റെ ആകാശത്തിലെ നൃത്തം എന്ന് പറയുന്നത് കാറ്റിൽ ആടി ഒലയുക. ഓക്കെ. ദ മേയർ സ്മൈൽഡ് വാംലി. അങ്ങനെ വളരെ ഹൃദയംഗമായി വളരെ സന്തോഷത്തോടുകൂടെ ഈ മേയർ ചിരിച്ചു. യു ആർ റൈറ്റ്. നീ പറഞ്ഞത് ശരിയാണ്. ടുഗദർ യു മേക്ക് ദ കൈറ്റ് ഫ്ലൈ ബ്യൂട്ടിഫുള്ളി. നിങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് ഈ പട്ടത്തിനെ ഇത്രയും നന്നായി പറപ്പിക്കുന്നത്. ദ കൈറ്റ് ഈസ് എ സിംബൽ ഓഫ് യൂണിറ്റി. പട്ടം എന്ന് പറയുന്നത് ഒരു ഐക്യത്തിന്റെ പ്രതീകമാണ്. ഇഫ് വി വർക്ക് ടുഗദർ വി ക്യാൻ അച്ചീവ് എനിത്തിങ്. നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്തും നേടാൻ സാധിക്കും. എവ്രി വൺ സ്മൈൽഡ്. എല്ലാവരും പുഞ്ചിരിച്ചു. ടുഗദർ വി ഫ്ലൈ ദ കൈറ്റ്. ഞങ്ങൾ ഒന്നിച്ചാണ് ഈ പട്ടം പറപ്പിക്കുന്നത്. ദേ ഷൗട്ടഡ് ചിയർഫുള്ളി. അവരെല്ലാം സന്തോഷത്തോടെ ആർത്തു വിളിച്ചു. ദ കൈറ്റ് കണ്ടിന്യൂഡ് ടു സോർ ഹൈ ഇൻ ദ സ്കൈ. അങ്ങനെ പട്ടം വീണ്ടും വീണ്ടും ആകാശത്തേക്ക് ഉയർന്നുയർന്ന് പറക്കാൻ തുടങ്ങി. മൈക്കിൾ റോജേഴ്സ് ആണ് ഈ കഥ എഴുതിയത്. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം, കണ്ടില്ലേ? മേയർ ആ ആൺകുട്ടിയോടെ ചേർന്നിട്ട് പട്ടം പറപ്പിച്ച് വളരെ സന്തോഷത്തോടെ ആയിരിക്കുകയാണ് ഇപ്പോൾ. ഹൂ ഫ്ലൈസ് ദ കൈറ്റ് എന്ന ഈ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോ ഇവിടെ അവസാനിച്ചു. എന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് നിങ്ങൾ രേഖപ്പെടുത്തണം. എന്റെ ചാനലിന്റെ പേരും അതിലേക്കുള്ള ലിങ്കും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്.